ഹലോ ഗേസ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു ആനിവേഴ്സറിക്ക് പോവുകയാണ്. കുഞ്ചുവിൻ്റെയും കിച്ചുവിൻ്റെയും അവർ സെൻറ് തെരേസാസിലാണ് പഠിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഞങ്ങൾ കുറച്ച് ലേറ്റായി ചെന്നാലും കുഴപ്പമൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു. നല്ല ആൾക്കാരുണ്ടായിരുന്നു, ഇരിക്കാൻ പോലും സീറ്റില്ലായിരുന്നു. പിന്നെ ഫസ്റ്റ് സമ്മാനദാനവും പിന്നെ വെൽക്കം ഡാൻസും ഇതൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. മെയിനായിട്ട് കുഞ്ഞു പിള്ളേരുടെ ഡാൻസ് കാണാനാണ് ഞങ്ങൾ ചെന്നത്. പിന്നെ അവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട്, അതൊക്കെ ഞങ്ങൾ മേടിച്ചു. അപ്പോൾ കുഞ്ഞു പിള്ളേരുടെ ഡാൻസ് കൊടുക്കുക LKG UKG ഇവരുടെയൊക്കെ. പണ്ട് ഞങ്ങളുടെ സമയത്ത് പാവാടയും ബ്ലൗസും ഒക്കെ ഇട്ടുകൊണ്ടാണ് ഞങ്ങൾ കളിച്ചത്. ഇപ്പോൾ പിള്ളേർ ഫ്രോക്കൊക്കെ ഇടുന്നത് ഗൈസ്. ഇതൊക്കെ കാണുമ്പോൾ പഴയ ഓർമ്മകൾ. മെയിനായിട്ട് പിന്നെ കിച്ചുവിൻ്റെ ഡാൻസ് തുടങ്ങി. അപ്പോൾ അവനെ ഞങ്ങൾ തപ്പിക്കൊണ്ട് അവൻ എവിടെയാ നിൽക്കുന്നതെന്ന് ഓർത്ത്. പിന്നെ ഏറ്റവും അവസാനം ഞങ്ങൾ അവനെ കണ്ടുപിടിച്ചു. അവൻ സൂപ്പറായിട്ട് കളിച്ച്. നേരത്തെയൊക്കെ ഞങ്ങൾ കളിച്ച് കാണിക്കുന്നു, ഇതാണ് ഞങ്ങൾ ഡാൻസ്. കുറച്ച് ഇമോഷണലായി, കാരണം സ്റ്റേജിൽ അവർ നിന്ന് കളിക്കണ കാണുമ്പോൾ നമുക്കാണെങ്കിലും ഉള്ളിൽ അവരൊക്കെ വലുതായി കളിക്കും. പിന്നെ സ്കിറ്റിൻ്റെ ഇടയ്ക്കുള്ളൊരു ഡാൻസാണ്. കുറച്ചൊക്കെ സ്റ്റെപ്പ് മറന്നുപോയി പുള്ളിക്കാരൻ, എന്നാലും ഒപ്പിച്ചൊക്കെ കളിക്കുന്നുണ്ട്, കളിച്ച് നല്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ ചേച്ചീനെ നോക്കിയപ്പം ചേച്ചിയും കുറച്ച് ഇമോഷണലായിട്ട് കണ്ണീന്നറിയാണ്ട് വെള്ളം വന്നുണ്ടായിരുന്നു. ചേച്ചി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഒരമ്മേനെ സംബന്ധിച്ച് അത് കാണുമ്പം ഒരു പ്രത്യേക ഫീലാണ്. ഓക്കെ, ഞങ്ങളിത് എൻജോയ് ചെയ്യുകയാണ്, അമ്മ അച്ഛനും ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കുഞ്ചുവിൻ്റെ ഡാൻസ് 3ാം ക്ലാസ്സിലെ പിള്ളേരുടെ. അപ്പം അവിടെ നോക്കുമ്പോൾ സെയിം ക്ലാസ്സിൽ അമ്മയും പഠിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ ഡാൻസും ഉണ്ടായിരുന്നു. ഞങ്ങൾ അവളെ ഇങ്ങനെ നോക്കുമായിരുന്നു, അവൾ കളിക്കണ സൂപ്പറാണല്ലോ എന്ന് നോക്കി. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ചുവിൻ്റെ എൻട്രി, അവൻ ടെററിസ്റ്റ് ആയിട്ടാണ്. അപ്പം ഞങ്ങൾ ആ ടെററിസ്റ്റിനെ ഒന്ന് നോക്കുമായിരുന്നു. ഞങ്ങൾക്ക് ചിരി വരുമായിരുന്നു നമുക്ക് സ്റ്റേജ് കാണുമ്പോഴേ. അപ്പം അവൻ എന്തൊക്കെയാണ് കാണിക്കണേന്ന് അറിയാൻ വേണ്ടത്. ഇതാണ് അവൻ. ഞങ്ങൾ നേരത്തോട്ട് ഇവർ കാണിച്ചു തരുമായിരുന്നു, ഇങ്ങനെയാണ് ഞങ്ങൾ ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് കാണാൻ വരാൻ വേണ്ടിയിട്ട്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വിളിച്ചത്. ഞങ്ങൾ കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് ഇവർ കളിക്കുന്നത് തെറ്റോ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഇവർ അടിപൊളിയായിട്ട് കളിച്ച് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ പണ്ടാണല്ലോ നമ്മൾ ആനിവേഴ്സറി ഒക്കെ കൂടിയിട്ടുള്ളത്. ഞാൻ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ആനിവേഴ്സറി ഒക്കെ കൂടുന്നത്. അപ്പം അതിൻ്റെയൊക്കെ ഒരു അയവിറക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പോയത്. എന്തായാലും ഇവരുടെയൊക്കെ ഐഡിയാസ് സൂപ്പറായിരുന്നു. പിന്നെ ഏറ്റവും ലാസ്റ്റ് കുഞ്ചുവിനെ നമുക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് പാർക്കിലൊക്കെ കളിക്കുകയാണ്. അപ്പോൾ കുഞ്ചുവിൻ്റെ മുഖത്ത് ഇങ്ങനെ തീവ്രവാദിയുടെ 2-3 വരകളൊക്കെ ഉണ്ടായത്. അപ്പോൾ ഞങ്ങളത് ചോദിച്ച് കളിയാക്കുവാണ്. അവനത് കാണിക്കത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ അവൻ എവിടെയൊക്കെയാണ് തെറ്റി, എന്തൊക്കെയാണ് സംഭവിച്ചത്, സ്റ്റേജിൻ്റെ അകത്ത് തന്നെയൊക്കെയാണ് സംഭവിച്ചതെന്നുള്ള വിവരിച്ച് അവൻ കഥ പറയുമായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്.